ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണും. തത്സമയ ദൃശ്യങ്ങൾ. ചേലക്കര ഒഴികെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മാറ്റേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ എല്ലാ കാര്യത്തിനും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിന് എന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെയൊക്കെ വോട്ട് വാങ്ങി പാർലമെൻറ്റിൽ അസംബ്ലിയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അവർക്കൊരാപത്ത് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എങ്ങനെ ഇല്ല, ഇന്നാണ് ഇവിടുത്തെ പ്രോഗ്രാമിനാണ് എന്നെ ക്ഷണിച്ചത്. എന്നെ ക്ഷണിച്ചതിനാൽ എനിക്ക് പോകാൻ പറ്റും. അല്ല, അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുക. അപ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോഴല്ലേ കൂടുതൽ ആരോഗ്യം വേണ്ടത്. ആ ആരോഗ്യം അദ്ദേഹത്തിനുണ്ടല്ലോ. പിന്നെ എന്താ പ്രസിഡൻ്റ് ആവാൻ ആരോഗ്യം പോരാന്ന് പറയുന്നത്? ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. അവരെന്ത് തീരുമാനം എടുത്താലും ഞാൻ അംഗീകരിക്കും. അതിപ്പോൾ എല്ലാം നോക്കിയാൽ ഈ എന്താ പറയേണ്ടത്, പണ്ടൊരു ചൊല്ലുണ്ട്, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം ഓരോ തിരഞ്ഞെടുപ്പും നോക്കി പുനഃസംഘടന മാറ്റി വെച്ചത് നടക്കില്ല. അതുകൊണ്ട് നടത്തണമെന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണത്. പഞ്ചായത്ത് ഇലക്ഷൻ ഈ 8 മാസം ബാക്കിയുണ്ട്. അതിന് സമയമുണ്ട്. ഇപ്പം ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അല്ല, ഞാനൊരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാർട്ടി എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുക. അതല്ലാതെ ഇന്ന സ്ഥാനം വേണമെന്നോ അങ്ങനെ വല്ല സ്ഥാനത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പോകാതിരിക്കില്ലല്ലോ. എനിക്ക് സ്ഥാനം വേണ്ട, എനിക്ക് സ്ഥാനത്തിന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് മത്സരരംഗത്ത് പോലും എനിക്ക് താല്പര്യമില്ല. പിന്നെ പാർട്ടി എന്ത് പറയുന്നത് അതനുസരിക്കും. അത് തന്നെയുള്ളൂ. അല്ല, അതൊക്കെ അതിൻ്റെയൊക്കെ ചർച്ച അവിടെ നടക്കുമല്ലോ. എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാം. അതിനിപ്പോൾ ഡൽഹിക്ക് തന്നെ പോകണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുള്ള കാലഘട്ടമല്ലേ. ഓൺലൈൻ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമല്ലേ. അങ്ങനെയും പറയാമല്ലോ. അതെല്ലാം പോകണമെന്ന് അവർ പറയുകയാണെങ്കിൽ പോകും തീർച്ചയായിട്ടും. അല്ല, അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. ആരെ പരിഗണിക്കണം, ആരെ മാറ്റി നിർത്തണം, അതൊക്കെ തീരുമാനിക്കാനുള്ള നേതൃത്വം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ വറീഡാവേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ട് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ദീപാദാസ് മുൻഷി നേരിട്ട് വിളിച്ചിരുന്നു. ശരിയാണ്, ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അറിയിക്കണം. ഇതുകൊണ്ടാണ് വരാത്തത്. ഇല്ല, അതിർത്തിയൊന്നുമില്ല. കാരണം തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവുള്ളൂ. അതൃപ്തി ഒട്ടുമില്ല. തൃപ്തി കുറേ കാലമായിട്ടില്ല.